ഹലോ. ആ മാഷേ, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനായിരുന്നു. ഇത്രയും വലിയ വിജയം നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ടല്ലേ കിട്ടണേ? ഒരാളുകൂടി ജയിച്ചിരുന്നെങ്കിൽ 100% എത്തുമായിരുന്നു അല്ലേ? ശരിയാ. പത്രത്തിൽ നല്ല രീതിയിൽ വാർത്ത വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അഭിമാനിക്കാം. അഭിമാന നിമിഷം തന്നെ. നമുക്ക് അവരെല്ലാം ഒന്ന് അനുമോദിക്കണ്ട മാഷേ? ഈ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും ഒരുമിച്ച് കാണാൻ പ്രയാസമാണ്. അതിനു മുമ്പ് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. അജേഷ് മാഷയും കൂട്ടിയിട്ടൊന്ന് ഇവിടെ വരവാ. ഞാൻ വരാം. ഓക്കെ ശരി. മോനെ ബാ, കഞ്ഞി കുടിക്കാലോ? മാഷെന്താ ഇങ്ങോട്ടൊക്കെ? മോനെവിടെ? ഉണ്ണിക്കുട്ടാ, മാഷ് വന്നിട്ടാ? ഞങ്ങൾ ഇവനെ കാണാൻ വന്നതാ. കയറിയിരിക്കും മാഷേ. അല്ല, ഈ സമയത്ത് കുറച്ച് അകലം പാലിക്കണല്ലോ. ഞങ്ങളിവിടെ നിന്നോളാം അല്ലേ? നിനക്കെന്താടാ ഒരു സന്തോഷമില്ലാത്ത? മാഷേ, വിഷമിച്ച് ഈ നേരം ഒരേ ഇരിപ്പാ. ഇവൻ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു തോൽവിയാണോ? 1-2 വിഷയത്തിലല്ലേ മാർക്ക് കുറവുള്ളൂ. അത് നമുക്ക് ഇനി എഴുതിയെടുക്കാമല്ലോ. പരീക്ഷയല്ലേ വരുന്നത്. പിന്നെന്തിനാ നീ വിഷമിക്കുന്നത്? സ്പോർട്സിലും കലാമത്സരത്തിലൊക്കെ നീയല്ലടാ മുന്നിൽ. നിനക്കിത് സുഖമായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പരീക്ഷേൻ്റെ സമയത്തേനോ എൻ്റെ ആർട്ട് ഓപ്പറേഷൻ. അതുകൊണ്ടാ മാഷേ ഇവന് പഠിക്കാൻ പറ്റാണ്ടായിപ്പോയേ. ഇനി അങ്ങോട്ട് ഉണ്ണിക്കുട്ടനെ തുറന്നു പഠിക്കാനുള്ള മുഴുവൻ ചെലവും ഞങ്ങൾ വഹിക്കും. അത് പറയാൻ കൂടിയാണ് ഞങ്ങൾ വന്നത്. സന്തോഷമായില്ലേ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ശരി മാഷേ. ഓക്കെ മാഷേ, എല്ലാവരും ജയിച്ച കുട്ടികളെ ആദരിക്കാനും ഫ്ലക്സ് വെക്കാനും പോകുമ്പോൾ തോറ്റുപോയ ആരും ഓർക്കാത്ത ഞാൻ മോനെ കാണാൻ നിങ്ങൾ വന്നല്ലോ. ശരി, നിങ്ങളാ ശരി. ഹൈ,
ഹരിശ്രീ എഴുതും നാവിൽ അക്ഷരവിത്തു വിതച്ചൊരു ഗുരുനാഥൻ കരുണതൻ കരങ്ങളാകുന്നു. വിദ്യ പകർന്നു പടുത്തുയർത്തിയ വിദ്യാലയമാം മുറ്റത്തിവരൊരു നാടിൻ പൂമരമാകുന്നു. അറിവിൻ വീതിയിൽ ഒരു വഴി കാട്ടിയായി തണലായി മാറുന്നു. ഇവരൊരു സ്നേഹക്കടലായി ഒഴുകുന്നു, സ്നേഹക്കടലായി ഒഴുകുന്നു.